തന്നെ ഒരു മിനിറ്റ് ഞാൻ കണ്ടായിരുന്നു എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അഭിമാനമാണ് അല്ലേ? സന്തോഷമാണ്. ശരി. അതെ, അപ്പോൾ പിന്നെ ഞാനെന്നുള്ളത് നമ്മുടെ ലാസറേട്ടൻ്റെ കടയിലാണ് കേട്ടോ. അതേ കോളേജ് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. പിള്ളേർ എക്സാമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം 4 മണി വാക്കിൽ ഇവിടെ ഒരു ചായയും പലഹാരമൊക്കെ കഴിച്ചിട്ട് പോകാൻ അവർ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. എന്തായാലും ഞാനും ഒരു ചായക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കുഞ്ഞു ഗ്രാമമാണ് ലാസറേട്ടൻ്റെ കട സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലമൊക്കെ ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. ഇനിയൊരു വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. എന്തായാലും ലാസറേട്ടൻ്റെ ചായ അടി എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ. എന്താ ആകാശവും ഭൂമിക്കും തമ്മിൽ ഇടയിലുള്ള കുറച്ച് സ്പേസ് പോലെ തോന്നുന്നതാണ് ചായ ഗ്ലാസ്. ഇത് അത്ര ഹൈറ്റിലാണ് അടിക്കുന്നത്. എന്തായാലും എനിക്ക് നല്ലൊരു ചായ തന്നിട്ടുണ്ട് കേട്ടോ. ചായ ഞാനിതാ കുടിക്കാനായിട്ട് പോവുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, മധുരം കുറച്ചുള്ളൊരു ചായയാണ്. ഊരി തെറിപ്പിച്ച പതതാ 4 വഴിക്കും പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും സൂപ്പറാണ്, ഒന്നും പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളിയായിട്ടുള്ള ബോണ്ട കേട്ടോ. എനിക്ക് പഴക്കേക്ക് എന്ന് പറയും നമ്മൾ. പഴക്കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പഴക്കേക്ക് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുകയാണ് കേട്ടോ. സ്പോഞ്ച് പോലെ ഇരിക്കുന്ന പഴക്കേക്ക് ചൂട് ചായയും ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 5 മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ നല്ല സൂപ്പറാണ് അല്ലേ. എന്തായാലും അതേ കടയിൽ ഒരുപാട് ഐറ്റം പലഹാരങ്ങളുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ട്, നല്ല രുചിയും ഉണ്ട് അതിലുപരി. എന്തായാലും വീണ്ടും ഞാനിതാ ഒരു റോസ്റ്റ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ബനാന റോസ്റ്റ്. നമ്മുടെ എന്ത് പറയാനാണ്, ഇതിനകത്ത് അവിലും ശർക്കരയും ഒക്കെ വെച്ചതാണ്. ഒരെണ്ണം എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല, അതാ ഞാൻ ഈ വലിക്കുന്നത് കേട്ടോ. എന്തായാലും എൻ്റെ വലിയിലും അതാ വന്നിട്ടുണ്ട്. പകുതി ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കും കൊടുക്കുകയാണ്. ഞാൻ പകുതി കഴിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ വില എന്തോ 20-30 രൂപയാണ് കേട്ടോ. ഒരെണ്ണം മതി നമുക്ക് നന്നായിട്ട് വയറ് നിറയാനായിട്ട്. അടിപൊളിയായിട്ടുള്ള റോസ്റ്റ് തന്നെയാണ്. ചായയല്ലേ, കഞ്ചാവല്ലല്ലോ. അല്ലേ, ഇതൊരു ചായയാണ്. ചായ കുടിക്കുന്നത്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. 350 കിലോയൊക്കെയാണ് സാധനം പോണത്. അതിൻ്റെ ഇടയിൽ നമ്മളൊന്നും ഒരു സാധനം കൊണ്ട് നമ്മളെ വെറുതെ ഒരു ചായ കുടിക്കാനോ. കോളേജ് കുട്ടികൾ ഹായ് പറയടാ, ഹായ് പറയും. എന്തായാലും കിട്ടിയ അവസരം പാഴാക്കാതെ അടുത്ത കടയിലെ ചേട്ടനുമായിട്ട് കുറച്ച് നേരം സൊറ പറഞ്ഞ് ഞാനിതാ പോവുകയാണ്. പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ ഓടി വരാം.